ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സലിലെ കമന്റ് എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ കമന്റ് ഉപയോഗിക്കുന്നത് ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കമന്റ്സ് ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് പകരം കമന്റ്സ് ടൈപ്പ് ചെയ്ത് വെക്കുന്നതിന് പകരം ഓരോ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൂഫ് നമുക്ക് കമന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കമന്റ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ ഇവിടെ ഒരു ഡാറ്റ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എംപ്ലോയി കോഡ്, നെയിം, ഇങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏത് പേരിലാണോ നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ ID പ്രൂഫ് അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പേര് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ കോളം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിവ്യൂല് ന്യൂ കമന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കമന്റിന്റെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതില് എഴുതിയിട്ടുള്ള ടൈപ്പിംഗ് നമ്മൾ മായ്ച്ചു കളയുക, ബാക്ക് സ്പേസ് അടിച്ചത് മായ്ക്കുക. അതിനുശേഷം ഈ കമന്റിന്റെ ഔട്ട്ലൈനിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് കമന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കളേഴ്സ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ഫില്ലിന് താഴെയായിട്ട് കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫിൽ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് പിക്ചർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ പിക്ചേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ ചെന്ന് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി ഇതിൽ ഇൻസേർട്ട് അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൂഫ് നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇനി ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ അടുത്ത നെയിം സെലക്ട് ചെയ്യുക. ന്യൂ കമന്റ് ഓപ്ഷൻ എടുക്കുക. ഈ ടൈപ്പിംഗ് നമ്മൾ ഇതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് ഔട്ട്ലൈനിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫോർമാറ്റ് കമന്റ് സെലക്ട് ചെയ്യുക. കളേഴ്സ് ആൻഡ് ലൈൻസ് സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഫിൽ എഫക്റ്റ് എടുത്ത് പാറ്റേണിൽ പോയിട്ട് അടുത്ത പിക്ചറും കൂടെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി ഓരോ പിക്ചറും ഇതേപോലെ നമ്മൾ ഈ ഒരു കമന്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഓരോരുത്തരുടെ പേരിലും നമുക്ക് ഇതുപോലെ ഫോട്ടോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാവരുടെയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പേരിൽ നമ്മൾ പോയിന്റർ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഫോട്ടോ അല്ലെങ്കിൽ പ്രൂഫുകൾ എന്തെങ്കിലും ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ കമന്റിന്റെ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.